അതുവഴി പരമാവധി സംവാദത്തിലേക്ക് ഉണ്ടായിരിക്കുകയാണ്. കഴിയുന്ന തരത്തിൽ ഈ ഒരു സാംസ്കാരിക ഒത്തുചേരൽ ക്രമപ്പെടുത്തപ്പെടേണ്ടതുണ്ടെന്നാണ് പൊതുവെ സംഘാടകരായ നമ്മളെല്ലാം ഒന്നിച്ചു വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഏകപക്ഷീയമായ വളരെ ദീർഘമായ ഒരു അവതരണം ഇതുപോലുള്ളൊരു പ്രബുദ്ധ സദസ്സിൽ ആവശ്യമല്ല, എന്നാൽ ആവശ്യവുമാണ്. കാരണം നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളിലും മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണ്. ആ അർത്ഥത്തിൽ എത്ര പറയുന്നുവോ അത്രയും നല്ലതാണ്. അതുകൊണ്ട് പരസ്പരം അറിയുന്ന കാര്യങ്ങൾ തന്നെ പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലതും പൂഴ്ത്തിവെക്കപ്പെടുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ച് പുറത്ത് പറയുന്നുണ്ട്, ആശയങ്ങൾ പൂഴ്ത്തിവെക്കാനുള്ളതല്ല, അത് അവതരിപ്പിക്കപ്പെടാനുള്ളതാണ്. എന്നാൽ ചില ആശയങ്ങളുടെ അവതരണം അത്രമേൽ സ്വാഗതം ചെയ്യപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായും വന്നു ചേരാവുന്ന ഒരു വിപര്യം എന്ന് പറയുന്നത് സ്വാഗതം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ കൂടുതൽ പറയുകയും സ്വാഗതം ചെയ്യപ്പെടാത്തവ പറയാതിരിക്കാൻ സ്വയം സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വയം സെൻസർഷിപ്പിൻ്റെ കൂടി തടവിലാണ്. കൂടി എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംവാദം നടക്കുന്നത്. അങ്ങനെ ഒരു നവഫാസിസ്റ്റ് പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് പോലും പലരും അത്ര കൺസേൺ അല്ല. പൂക്കാസയുടെ തന്നെ ചില പാഠശാലകളിൽ, കണ്ണൂർ ജില്ലാ പാഠശാലയിൽ തന്നെയാണെന്ന് തോന്നുന്നു, എത്രയോ കാലമായി ഹിന്ദുരാഷ്ട്രം വരാൻ പോവാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ വെറുതെ ഓരോന്ന് ഈ പാഠശാലയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞിങ്ങനെ പോവാന്നല്ലാതെ അത്ര വലിയ പ്രശ്നം ഇവിടെ ഉണ്ടോ? ഈ ചോദ്യത്തിന് വേണമെങ്കിൽ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, മുമ്പൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം ഒരു കംഫർട്ട് സോൺ ആയതുകൊണ്ട് നമുക്കൊന്നും ബാധകമല്ല. അതൊക്കെ ആ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ബീഹാറിലോ ജാർഖണ്ഡിലോ ഉത്തരാഖണ്ഡിലോ കാശ്മീരിലോ മണിപ്പൂരിലോ ഒക്കെ ഉള്ള പ്രശ്നമാണ്. കേരളം ഇതിൽ വിട്ട് വേറിട്ട് ഒരു നല്ല സാംസ്കാരിക സുഖവാസ കേന്ദ്രമാണ്. ഈ ഒരു കാഴ്ചപ്പാട് വ്യാപകമായിട്ട് പലരും വെച്ചു പുലർത്തുന്നുണ്ട്. ആ കാഴ്ചപ്പാടിനെ ചെറിയ തോതിൽ പരിക്കേൽപ്പിക്കാൻ കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന പൂക്കാസയുടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒട്ടും പുതുതല്ല. എത്രയോ കാലം മുമ്പ് ഇടശ്ശേരി തൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, പരിണാമം മൃഗത്തിനെ മർത്യനാക്കി നന്നായി, പക്ഷേ തിരിച്ചടി ഉണ്ടാവില്ലെന്നിനി ആർ കണ്ടു എന്ന് ഇടശ്ശേരി പണ്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? പരിണാമം മൃഗത്തിനെ മർത്യനാക്കി നന്നായി, പക്ഷേ തിരിച്ചടി ഉണ്ടാവില്ലെന്നിനി ആർ കണ്ടു. ഇതിലൊരു ഒരു തരത്തിലുള്ള അതിശയോക്തിയുണ്ട്. കാരണം ഓരോ ചരിത്രഘട്ടത്തിലും, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയ ഗുണതയുടെ അല്ലെങ്കിൽ സാമൂഹ്യ ഗുണതയുടെ കാര്യത്തിൽ മുന്നിലാണ്. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് കേരളത്തിൽ 1000 കുട്ടികൾ പിറക്കുമ്പോൾ 5 പേരാണ്. ചിലരൊക്കെ വീട്ടിൽ തന്നെ പ്രസവം നിർബന്ധമാക്കിയിട്ടും 5 പേരാണ് മരിക്കുന്നത്. യൂറോപ്യൻ വികസന തലത്തിലാണ് കേരളം നിൽക്കുന്നത്. പിന്നെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. അപ്പം നമ്മൾ മുന്നോട്ട് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് ഉയർത്തിപ്പിടിക്കുകയും വേണം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് കവികളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും
പൂക്കാസായും ഒക്കെ ഇങ്ങനെ അശുഭാപ്തി ജന്യമായ ആശയങ്ങൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, അതിൽ അഭിമാനിക്കണം. അതോടൊപ്പം സാംസ്കാരികമായി ആ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മുന്നോട്ടെത്തിയിട്ടുണ്ടോ? നമുക്കിപ്പോൾ ഹിന്ദു പാനി, മുസ്ലിം പാനി, അങ്ങനെ കുടിവെള്ളം വിഭജിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ പ്രദേശത്ത് ഈ ഗുജറാത്തിലൊക്കെ പോലെ മുസ്ലിം ബാപ്പു നഗർ, ഹിന്ദു ബാപ്പു നഗർ പ്രദേശം വിഭജിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യർ ജീവിക്കുന്നത് ഇടകലർന്നാണ്, ജാതി മത പരിഗണനകൾക്കപ്പുറം. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ കേരളീയ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിമിതികളെക്കുറിച്ച് പറയുന്നത്? മറ്റു ചില സുഹൃത്തുക്കൾ വിചാരിക്കുന്നത് ആ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു, പിന്നെ സംഘപരിവാറിൻ്റെ വോട്ട് ശതമാനം വർദ്ധിച്ചു. അത് അപകടം തന്നെയാണ്. അതുകൊണ്ടായിരിക്കുമോ? അതൊരു കാരണമാണ്, പക്ഷെ അതുമാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ആവർത്തിക്കണം. മറ്റുള്ളവരെ ശരി നന്നാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ സ്വയം നന്നാവാൻ വേണ്ടി. അതുകൊണ്ട് ഈ ഒരു പാഠശാല മാത്രമല്ല, പൂകാസ് നടത്തുന്ന എല്ലാ പാഠശാലകളും ഒരു ആത്മവിചാരത്തിൻ്റെ, ആത്മവിമർശനത്തിൻ്റെ ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്, പോകേണ്ടത്. ആ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരാൾ കുറേ സംസാരിക്കുന്നുണ്ട്, കാര്യമൊന്നുമില്ല. എല്ലാവരും കുറച്ച് സംസാരിച്ചുകൊണ്ട് ഈ സംവാദത്തെ, ഒരു വാചകം കൂടി ഞാൻ സംവാദത്തെക്കുറിച്ച് പറയാം. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഏതെങ്കിലും ഒരു വ്യക്തി എക്സ് ആവട്ടെ വൈ ആവട്ടെ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും, നമ്മുടെ എല്ലാ ചോദ്യങ്ങളും പരിഹരിച്ച് നമ്മെ സമാശ്വസിപ്പിച്ച് നമുക്ക് കൃത്യം വഴി തെളിയിച്ച് കാട്ടി, അങ്ങനെ ആരുമില്ല. നമുക്ക് പരമാവധി ചെയ്യാവുന്നത് നമ്മുടെ അന്വേഷണം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്, അതിൻ്റെ അതിർത്തി ഏതാണ്, എന്തൊക്കെ സാധ്യതകളാണുള്ളത്, എന്തൊക്കെ പരിമിതികളാണ്, പരിമിതികൾ മറികടക്കാൻ, പരിഹരിക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത്. ദീർഘകാല പ്രവർത്തനം, ഹ്രസ്വകാല പ്രവർത്തനം, പെട്ടെന്നുള്ള ഇടപെടൽ, ദീർഘകാലം തുടർന്നുകൊണ്ടേയിരിക്കേണ്ട ഇടപെടൽ, അതൊക്കെ എന്താണ്? ഇങ്ങനെ ഒരു സാംസ്കാരിക കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ, ഉള്ള കാഴ്ചപ്പാടിന് കരുത്ത് പകരാൻ തീർച്ചയായിട്ടും ഈ ഒരു പാഠശാല, പൂക്കാസ് നടത്തുന്ന ഏത് പാഠശാലയും ഗുണം ചെയ്യും, പാഴാവില്ല, ഉറപ്പാണ്. പാഠശാലകളിൽ പങ്കെടുത്ത ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലക്ക് ഞാൻ സംസ്ഥാന പാഠശാലയിൽ പങ്കെടുത്തിട്ടുണ്ട്, അതൊരു ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പാഠശാലകളിൽ പങ്കെടുത്തിട്ടുണ്ട്, അത് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. മേഖലാ പാഠശാലയിലാണ് ഇപ്പോൾ കണ്ണൂർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സന്ദേഹവുമില്ല. കാരണം നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഈ സാധ്യതകളെക്കുറിച്ച് മാത്രം ആലോചിക്കുമ്പോഴല്ല, നമ്മൾ നമ്മുടെ പരിമിതികളും കണ്ടെത്തണം. പരിമിതി കണ്ടെത്തിയാൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഒരു പരിമിതിയുമില്ല, നമ്മൾ പെർഫെക്റ്റാണ് എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ സംവാദം വേണ്ട, പാഠശാല വേണ്ട, ഒന്നും വേണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ആശയവിനിമയത്തിന് വരാവുന്ന ചില സങ്കീർണതകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണോ മെനിയാന്നാണോ അറിഞ്ഞുകൂടാ, കോഴിക്കോട് സാഹിത്യ നഗരിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗംഭീരമായ സാംസ്കാരിക ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂളാടിക്കുന്ന് ഭാഗത്ത് പെരുന്തുരുത്തി എന്ന് പറഞ്ഞ ഒരു തുരുത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തു. അതിൻ്റെ ഒരു അനുഭവം സംക്ഷിപ്തമായിട്ട് ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ. അതിൻ്റെ പേര് പൊൻപുലരി എന്നാണ്, പൊൻപുലരി. അപ്പോൾ സത്യത്തിൽ ഒട്ടും അനിവാര്യമല്ലാത്ത, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമല്ലാത്ത ഒന്നാണ് പൊന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പം മുതലല്ല, വളരെ കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈ പൊന്നുള്ളതിനൊക്കെ പകരം മണ്ണെന്ന് പകരം വെക്കാൻ പറ്റുമോ? അങ്ങനെ മൺപുലരി,
അതുപോലെ മണ്ണടുപ്പം, മൺവീറ്, വീരാൻകുട്ടിയുടെ ഒരു കവിതാ സംഹാരത്തിൻ്റെ പേര് മൺവീറ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും നടക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും ജീവിതം അവസാനിച്ചു കഴിഞ്ഞാലും എന്തിനും മണ്ണ് വേണം. പൊന്ന് ജ്വല്ലറിയുടെ പ്രശ്നം മാത്രമാണ്. അത് നമ്മുടെ കൺസേൺ ആവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ മൺപുലരി എന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അപ്പം കമ്മ്യൂണിക്കേഷൻ പ്രയാസം. ഇവിടുത്തെ പൊൻപുലരിയാണല്ലോ ഇവിടെ, ഇയാൾ വേറെ ഇവിടുത്തെ കാര്യമാണ് പറയുന്നതെന്ന് ആൾക്കാർക്ക് തോന്നും. പക്ഷേ ഈ പ്രയോഗത്തോട് മാനസികമായിട്ട് യോജിപ്പില്ല. അപ്പോൾ നമ്മൾ ഒരു വിനിമയ പ്രതിസന്ധി, കമ്മ്യൂണിക്കേഷൻ ക്രൈസിസ് നേരിടും. അതൊരു വലിയ സാംസ്കാരിക പ്രശ്നമാണ്. 30കളുടെ ജർമ്മനിയിൽ ഈ നാസവും ഫാസവും ഒക്കെ ഭാഷയിൽ അലിഞ്ഞു ചേർന്നിട്ട് നാസത്തെയും ഫാസത്തെയും എതിർക്കുന്നവർക്ക് പോലും ഇതേ ഭാഷ ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായൊരു പ്രതിസന്ധിയെക്കുറിച്ച് സാംസ്കാരിക വിമർശകർ പറയുന്നുണ്ട്. മലയാള ഭാഷയിൽ ഒരേ പ്രശ്നമുണ്ട്. അതായത് ഫാസിസം മലിനമാക്കിയ, പ്രതിലോമ ചിന്തകൾ മലിനമാക്കിയ, പരസ്യം മലിനമാക്കിയ ഒരു മലയാള ഭാഷയിൽ തന്നെ വേണം പരസ്യങ്ങളെയും പ്രതിലോമ ചിന്തകളെയും നവഫാസിസ്റ്റ് ആശയങ്ങളെയും തുറന്നു കാട്ടാൻ, എതിരിടാൻ. അപ്പോൾ അവിടെ ഒരു പ്രതിസന്ധിയുണ്ട്. ടെറി ചെയ്തിട്ടുണ്ട് പഴയൊരു പ്രയോഗമുണ്ട്, നിലനിൽക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുന്നതും എന്നാൽ ഭാഷാ പ്രയോഗങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയാത്തതുമായ ഒരു വിപ്ലവം അപൂർണമാണ്. നമ്മളതത്ര ഗൗരവമായിട്ട് കാണാറില്ല. പക്ഷേ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ ജനായത്തത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ, ഉദാഹരണമായിട്ട് കേരള സമൂഹത്തിൽ ഒരു 10 കൊല്ലമായിട്ടേ ഉള്ളൂ കീഴാള സമൂഹങ്ങളുടെ ഉയർച്ച ഉണ്ടായിട്ട്. അതോടെ പല വാക്കുകൾ മുമ്പ് ഒരു കുറ്റബോധമില്ലാതെ ആളുകൾ ഉപയോഗിച്ച വാക്ക് ഇപ്പം കുറ്റകൃത്യമാണ്. അപ്പം നമ്മൾ മസിൽ പിടിക്കും. ഓ അങ്ങനെ പറഞ്ഞാൽ എന്താ, മസിൽ പിടിക്കണ്ട, മസിൽ കേട് വരുന്നേ ഉള്ളൂ. കാലം നമ്മെ തള്ളി മാറ്റി മുന്നോട്ട് പോകും. പഴയൊരു കോളേജ് മുദ്രാവാക്യം ഓർത്താൽ കരിയാൽ നമ്മുടെ കവിളിൽ ദ്രോഹി എന്ന് വരയ്ക്കും. അതുകൊണ്ട് ചില കാര്യത്തിൽ മസിൽ പിടുത്തൊന്നും വേണ്ട. ഈ പ്രയോഗം ശരിയല്ല എന്ന് ജനായത്തം ചൂണ്ടിക്കാണിച്ചാൽ എത്രയോ കാലത്തെ തെറ്റായ പരിശീലനം കൊണ്ട് വന്നു പോയതാണ് തിരുത്തുന്നു എന്ന് പറയാനുള്ള ധീരമായ വിനയമാണ് ആവശ്യം. ഞാൻ പറഞ്ഞു വരുന്നത് സംവാദത്തിൻ്റെ ഭാഷയിൽ വരെ സൂക്ഷ്മത ആവശ്യമുള്ള ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മുൻസിഫ് ദേവനായകം പിള്ളയുടെ തമിഴിലെ ഒരു ക്ലാസിക് നോവൽ പ്രതാപ മുതലിയാർ ചരിതം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പ്രതാപ മുതലിയാർ ചരിതം തമിഴിലെ ക്ലാസിക് നോവലാണ്. ആ നോവലിലെ ഒരധ്യായം, 7ാമത്തെ അധ്യായമാണ് ജ്യോത്സ്യം എന്ന ഭ്രാന്ത് എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. ജ്യോത്സ്യം എന്ന ഭ്രാന്ത്. അതിൽ രാജ്ഞിയുടെ പറക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, ഇന്നിപ്പോൾ ഒരു പ്രശ്നമില്ല അറിയാൻ. മുമ്പ് ഈ കബഡി നിരത്തിയിട്ടാണ് എല്ലാ കാര്യവും. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ചില ആളുകളും അങ്ങനെ നിരത്തിയിട്ട് സഹോദര ഭവനിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാമോ, ഈ കക്ഷി എന്തൊക്കെയാണ് പറയാം. അപ്പോൾ ഇയാൾ തിരഞ്ഞു നോക്കിയിട്ട് അത് സാരമില്ല, അതിനൊരു പാപപരിഹാര കർമ്മം ചെയ്താൽ മതിയാവും, വലിയ ചിലവൊന്നും വരില്ല എന്ന് നിർദ്ദേശം കൊടുത്തതിൻ്റെ പേരിൽ വന്ന ഒരാളെങ്കിലും ചിലപ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇയാൾ പറഞ്ഞു രാജാവിനോട് പറഞ്ഞു ആൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു, രാജ്ഞിയോട് പറഞ്ഞു പെൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു. അതിലൊരു സൂത്രമുണ്ട്. ആ സൂത്രം വളരെ വ്യക്തമാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രാജാവും രാജ്ഞിയും പരസ്പരം രഹസ്യമായിട്ടാണ്. രാജാവ് ഇയാളെ സമീപിച്ചത് കുട്ടി ഏതാണെന്നറിയാൻ രഹസ്യമായിട്ടാണ്, രാജ്ഞിയും ഇയാളെ സമീപിച്ചത് രഹസ്യമായിട്ടാണ്. രണ്ടുപേരും അത് പങ്കുവെക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആണായാലും പെണ്ണായാലും ഇയാൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ നോവലിൽ പറയുന്നത് പിറന്നത് ഈ ജ്യോത്സ്യൻ്റെ
ഗതികേടിന് ഇത് രണ്ടുമല്ല. പ്രതാപ മുതലിയാർ ചരിതത്തിൽ നപുംസകം എന്ന് ഉപയോഗിക്കാം, അതിലങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നപുംസകം. അപ്പം ഈ ജ്യോത്സ്യൻ പിടിക്കപ്പെട്ടു പാവം. അയാൾ നെഞ്ചത്തടിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വയറ്റപ്പഴപ്പിന് വേണ്ടി നടത്തുന്നൊരു പരിപാടിയാണ്, ഇത് ശാസ്ത്രം പൊന്നും കട്ടയൊന്നുമല്ല. നമ്മൾ മുമ്പാഴ്ച ഉപയോഗിക്കാം മണ്ണാങ്കട്ട എന്നാണ്. മണ്ണാങ്കട്ടയ്ക്ക് നല്ല വിലയുണ്ട്. പൊന്നും കട്ടയൊന്നുമല്ല, ഇത് എൻ്റെ വയറ്റപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് അയാൾ പറഞ്ഞു. മലയാളത്തിൽ ഒരുവിധപ്പെട്ട നോവലുകളിലൂടെ ഓടിച്ചു പോകാൻ, പേജ് മറിച്ച് നോക്കാൻ അവസരം കിട്ടിയ ഒരാളെന്ന നിലക്ക് ഇങ്ങനൊരു അധ്യായം, ജ്യോത്സ്യം എന്ന ഭ്രാന്ത് എന്ന പേരിലൊരു അധ്യായം മലയാള നോവലിൽ ഞാൻ കണ്ടിട്ടില്ല. സംവാദത്തിൽ നമുക്ക് പങ്കുവെക്കാം. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ മുമ്പ് എഴുതപ്പെട്ട പ്രതാപ മുതലിയാർ ചരിത്രത്തിൽ ഇങ്ങനൊരു അധ്യായം നോവലിൽ കൊടുത്തിരിക്കുകയാണ്, ജ്യോത്സ്യം എന്ന ഭ്രാന്ത്. പക്ഷെ അവിടെ നപുംസകം, അതായത് വളരെ പുരോഗമനപരമായുള്ള ഒരു നിലപാടാണ് ആ അധ്യായത്തിൻ്റെ തലക്കെട്ടിന് ഈ പേര് കൊടുക്കുക വഴി മുൻസിഫ് ദേവനായകം പിള്ള ചെയ്തത്. പക്ഷേ അവിടെ ഉപയോഗിച്ച ഭാഷ നപുംസകം എന്നാണ്. കാരണം അന്ന് നമ്മളീ പറയുന്ന ആൺമർ, പെൺമർ, ട്രാൻസ്മർ എന്ന മൂന്നാമത്തെ ആൺമറെ പോലെ പെൺമറെ പോലെ തുല്യ അവകാശങ്ങളുള്ള സാഹിത്യ അക്കാദമിയിലും വൈകിയാണെങ്കിലും ജനാധിപത്യ സംഘടനയിലും നേതൃസ്ഥാനത്ത് വരെ എത്താൻ കഴിഞ്ഞ ട്രാൻസ്ഫർ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. കിട്ടും, അത് പ്രക്ഷോഭത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. നമ്മളുടെ ഈ വേദി പരിശോധിച്ചാൽ പോലും നമുക്കറിയാം, നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്, ഇൻക്ലൂസീവാണ്. പക്ഷേ ആൺമറും പെൺമറേ പ്രധാനമായിട്ടുള്ളൂ. വെളിപ്പെടുത്തപ്പെടാത്ത ചില പ്രദേശത്ത് അങ്ങനെ ഉണ്ടാവും. ട്രാൻസ്മർക്ക് ഇപ്പോഴും വെളിപ്പെടുത്താൻ പ്രയാസമുള്ള ചില ഏരിയകളുണ്ടാവും. അങ്ങനെ ആരെങ്കിലും അബദ്ധത്തിൽപ്പെട്ടു പോയെങ്കിലേ ഉള്ളൂ. പക്ഷേ രണ്ട് വിഭാഗമേ ഉള്ളൂ. നമ്മുടെ വേദിയിൽ അനിവാര്യമായും പെൺമർ തന്നെ ഇതിൽ അത്ര അധികം പേരില്ല, പ്രാതിനിധ്യം അനുസരിച്ച് എണ്ണം കുറവാണ്. ട്രാൻസ്മറെ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു സങ്കീർണതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വളരെ സങ്കീർണമാണ്. നമ്മളിപ്പോൾ ഒരു വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ചാൽ ട്രാൻസ്മർക്കും ഒരു വോട്ട്, പെൺമർക്കും ഒരു വോട്ട്, ആൺമർക്കും ഒരു വോട്ട്. സാംസ്കാരിക അന്വേഷണത്തിൽ ആലോചിക്കുമ്പോൾ ട്രാൻസ്മർക്ക് ഒരു 100 വോട്ട്, പെൺമർക്ക് ഒരു 50 വോട്ട്, ആൺമർക്ക് ഒരു 1/2 വോട്ട്, ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആൺമർ ഒരു 1000 വോട്ടിൻ്റെ ഗമയിലാണ്. ഈ 50 വോട്ടുള്ള പെൺമർ 1 വോട്ടിൻ്റെ സ്ഥിതിയിലാണ്. മറ്റേ കക്ഷികൾ ഇനിയും ജനിച്ചിട്ടില്ല. നമ്മുടെ സാംസ്കാരിക ലോകത്താണ് ഞാൻ പറയുന്നത്. സംഘടനകളിലൊക്കെ അംഗമായിട്ടുണ്ട്, അബദ്ധത്തിൽ സാഹിത്യ അക്കാദമിയിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്, വിജയരാജ് മല്ലിയൊക്കെ. പക്ഷേ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ വേണ്ടത്ര. അപ്പം വലിയ സംഘർഷങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരാണ്, അത് ശരിയാണ്. പക്ഷേ ഈ സംവാദങ്ങളിലെല്ലാം വെളിപ്പെടുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ സൈദ്ധാന്തികമായി നിരക്ഷരരാണ്. ഒരു ഭാഗത്ത് സമ്പൂർണ്ണ സാക്ഷരത, മറുഭാഗത്ത് സൈദ്ധാന്തിക നിരക്ഷരത. അതുകൊണ്ട് തന്നെ ഈ സമ്പൂർണ്ണ സാക്ഷരതയെ മൂലധനത്തിന്, ഫാസിസത്തിന് നമ്മളെ പിടികൂടാൻ സൗകര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നിരക്ഷരരായിരുന്ന കാലത്തേക്കാൾ ഒരുപക്ഷെ സാക്ഷരരായിരുന്ന കാലത്ത് മൂലധന ശക്തികൾക്ക് നമ്മളെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ഇപ്പം ഇതൊരു ആമുഖം എന്നതൊക്കെ ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. സൈദ്ധാന്തിക നിരക്ഷരതയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സങ്കീർണങ്ങളൊന്നും പോവാതെ എന്താണ് സിദ്ധാന്തം അല്ലെങ്കിൽ തത്വചിന്ത, ഫിലോസഫി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കാൻ നിർബന്ധിതമാവുന്നത്
രണ്ട് രീതിയിലാണ്. ഒന്ന്, അന്തോണിയോ ഗ്രാംഷി പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരും തത്വചിന്തകരാണ്. എല്ലാ മനുഷ്യരും, അതായത് ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഒരാൾ, മരണത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഒരാൾ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഒരാൾ, എന്തിന് തളർത്തു വരുന്നൊരു കുഞ്ഞലയെ കൗതുകപൂർവ്വം നോക്കി നിൽക്കാത്ത ഒരാൾ, അങ്ങനെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഫിലോസഫേഴ്സാണ്. ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ പൊരുളിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സവിശേഷമായ അർത്ഥത്തിൽ നമ്മളെല്ലാവരും തത്വചിന്തകരല്ല. അതുകൊണ്ട് ഞാൻ പ്രാഥമികമായിട്ട് തത്വചിന്തക്ക് സൗകര്യത്തിന് വേണ്ടി ഒരു നിർവചനം, ABC ഓഫ് ഫിലോസഫി എന്ന പുസ്തകത്തിൽ നിന്നുള്ള വളരെ പ്രിലിമിനറി ആയിട്ടുള്ളൊരു നിർവചനം ഞാൻ ആദ്യം പറയാം. ഫിലോസഫി എന്നുള്ളതിന് സാധാരണ നമ്മൾ ലവ് ഓഫ് വിസ്ഡം, എല്ലാവർക്കും അറിയാം, വിജ്ഞാനത്തോടുള്ള സ്നേഹമല്ല, വിവേകത്തോടുള്ള സ്നേഹം. വിജ്ഞാനം ഇപ്പം വിരൽത്തുമ്പിലുണ്ട്, എന്നാൽ വിവേകം എത്രയോ കിലോമീറ്റർ അകലെയാണ്. വിജ്ഞാനം വിരൽത്തുമ്പത്ത് എപ്പോൾ വേണമെങ്കിലും പ്രസൻസർ എന്ന് പറയാൻ പാകത്തിൽ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ വിവേകം ലാസ്റ്റ് ബെഞ്ചിൽ പോലും കാണാനില്ല. ഇതും ഒരു വൈരുദ്ധ്യമാണ്. അതായത് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ. നമുക്ക് എന്ത് വിവരം വേണമെങ്കിലും പെട്ടെന്ന് കിട്ടും. പക്ഷെ വിവരം പെട്ടെന്ന് കിട്ടുന്നത് പോലുള്ള ഒന്നല്ല വിവേകം. ശ്രീനാരായണ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, വിവേകം താനേ ഉണ്ടാവുമോ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഉണ്ടാവില്ല, ഉറപ്പിച്ചത്. പിന്നെന്ത് ചെയ്യണം? യത്നിക്കണം, പ്രവർത്തിക്കണം. വിവേകം ഉണ്ടാവണമെങ്കിൽ പ്രവർത്തിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. അത് അന്ന് പറഞ്ഞതാണ്. ഗുരു 928 മരിച്ചു. നമ്മളിപ്പോൾ 2025 ഏകദേശം കഷ്ടി ഒരു നൂറ്റാണ്ടായി. വലിയ മാറ്റം വന്നു. അപ്പം കോടിക്കണക്കിന് പുസ്തകങ്ങളാണ്. അത് നല്ല പുസ്തകങ്ങളെ തിരഞ്ഞെടുക്കും, പ്രയാസമാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ അതിനെ സൂക്ഷ്മപ്പെടുത്താം. വായനയുടെ ഒരു മതനിരപേക്ഷ രീതിശാസ്ത്രം വികസിപ്പിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. ആധുനിക കാലത്ത് ബ്രാക്കറ്റിൽ അതിൻ്റെ പൊരുളായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാവുന്നത് മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഒരു വായനയുടെ മെത്തഡോളജി നമ്മൾ വികസിപ്പിക്കണം. അതിനാവശ്യമായുള്ള ഒരു തരത്തിലുള്ള ഡീകൺസ്ട്രക്ഷൻ. ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ ചെറിയ തോതിലൊരു ഡീകൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലുള്ളൊരു ഡീകൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഓരോ സന്ദർഭവും ആവശ്യപ്പെടുന്ന ഡീകൺസ്ട്രക്ഷൻ നമ്മൾ നടത്തണം. അപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കണം. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ദേഹമനശുദ്ധികൾ വേണം. ഇത് വളരെ സങ്കീർണമായൊരു പ്രയോഗമാണ്. ശുദ്ധി എന്നുള്ളതാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ പാസ്വേഡ്. എന്തായാലും ജാതി മേൽക്കോയ്മയോട് നിരന്തരം മൽപ്പിടുത്തം നടത്തിയ ഗുരു അതിൻ്റെ ഒരു പദാവലി ആവില്ല, ആ അർത്ഥത്തിലാവില്ല ഉപയോഗിക്കുക. അതുകൊണ്ട് അഴുക്ക് കളയണം. മനസ്സിൽ വന്നു ചേരാവുന്ന അഴുക്ക് വർഗീയത, മതമൗലികവാദം, അസഹിഷ്ണുത, അല്പത്തരം, പുച്ഛം, പരിഹാസം, അപരവിദ്വേഷം, ഇതൊക്കെയാണ് മനസ്സിൽ വന്നു ചേരാവുന്ന അഴുക്ക്. ആ അഴുക്ക് കളയണം. പാഠശാല ചെറിയൊരു ഡോസ് മരുന്നാണ്, അത് മതിയാവില്ല. പിന്നെ ദേഹശുദ്ധി എന്നുള്ളതുകൊണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം കുളിക്കണം എന്നുള്ള അർത്ഥാവാൻ സാധ്യതയില്ല. ഇന്നത്തെ ഒരു അർത്ഥത്തിൽ കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്ന പലതരം പശകൾ, പൊടികൾ, ഇതൊക്കെ ഒഴിവാക്കണം എന്നതായിരിക്കണം. മൂന്നാമത്തേത് ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ വലിയൊരു ബോർഡ് കണ്ടു,
നമ്മളിപ്പോൾ രാസലഹരിക്കെതിരെയുള്ള വലിയൊരു പ്രക്ഷോഭത്തിലാണ് കല, സംഗീതം, ഡാൻസ്, ജീവിതം, സൗഹൃദം, സംവാദം, ഒത്തുചേരൽ, മണ്ണടുപ്പം, ആകാശക്കാഴ്ചകൾ, അജ്ഞാതവുമായുള്ള അഭിമുഖം, അതിൽ നിന്നൊക്കെ ലഹരി ഉൾക്കൊള്ളണം. അത് വ്യക്തമായി. നല്ല പുസ്തകങ്ങൾ വായിക്കണം, ദേഹമനഃശുദ്ധികൾ വേണം, ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം, മതമത്സരങ്ങൾ വെടിയണം. പൊരുതു ജയിപ്പത് അസാധ്യം. ആത്മോപദേശ ശതകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം, പൊരുത് ജയിപ്പത് അസാധ്യം. ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. പരമതവാദി ഇതോർത്തിടാതെ പഴയ പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. മതമത്സരങ്ങൾ വെടിയണം, സത്യധർമ്മങ്ങൾ വെടിയരുത്. എന്നാൽ വിവേകവും സുഖവും ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാലത്തെ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു സംവാദ വിഷയമാണ്. വൈകിയാണെങ്കിലും കേരളം അപ്പനില്ലാത്തവർക്ക് ഞാൻ അപ്പൻ എന്ന് പറഞ്ഞ പൊയ്കയിൽ അപ്പച്ചനിലേക്കും, കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്ന് വിളിക്കാവുന്ന സാധുജന പരിപാലന സംഘം ഭൂമിയിലെ മുഴുവൻ ദരിദ്രരായ മനുഷ്യരെയും ഐക്യപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത അയ്യങ്കാളിയെയും, അയ്യങ്കാളിക്കും പൊയ്കയിൽ അപ്പച്ചനും അടക്കം കീഴാള നവോത്ഥാനത്തിൻ്റെ ഒരു ദൈക്ഷണിക സ്രോതസ്സും പ്രായോഗിക മാതൃകയുമായി പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവും കുത്തുകുത്ത് ഒരുപാട് പേർ, അവരൊക്കെ രൂപപ്പെടുത്തിയ ഒരാശയ ലോകം. അവിടെയാണ് പ്രത്യക്ഷത്തിനപ്പുറം ഈ നവോത്ഥാനത്തിൻ്റെ സ്ഥാനത്ത് പുനരുത്ഥാനത്തിൻ്റെ കൊടിയാണ് കേരളത്തിൽ പറക്കുന്നത്. പ്രത്യക്ഷത്തിനപ്പുറം നവോത്ഥാനം എവിടെയോ സ്തംഭിച്ചു പോവുകയും പുനരുത്ഥാനത്തിൻ്റെ കൊടി പറക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. അതിനെത്രയോ ഉദാഹരണമുണ്ട്. ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആരാധനയിലുണ്ട്, ആഘോഷങ്ങളിലുണ്ട്, ഉത്സവങ്ങളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഈ പൊൻപുലരി സാഹിത്യ നഗരി എന്നാണ് തുടങ്ങിയത്. അവിടെ 3 പേരായിരുന്നു പ്രഭാഷകർ. മന്ത്രി ഉണ്ടായിരുന്നു, പിന്നെ ഉദ്ഘാടനമാണോ. കാര്യമായിട്ട് പ്രഭാഷണം നടത്താൻ 3 പേരായിരുന്നു. ഒന്ന് കൈതപ്പുറം എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും ആളെ മനസ്സിലാവും. പിന്നെ സുഭാഷ് ചന്ദ്രൻ എന്ന് കേട്ടാൽ തന്നെ ആളെ മനസ്സിലാവും വായിക്കുന്നവർക്ക്. മലയാളത്തിലെ ശ്രദ്ധേയനായ നോവലിസ്റ്റാണ്. പിന്നെ ഞാനും 3 പേരായിരുന്നു. കൈതപ്പുറത്തെ ആളുകൾ തിരുമേനി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്നും വിളിക്കുന്നുണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു, കോഴിക്കോട്ട് കടപ്പുറത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു വേദിയിൽ വെച്ച് ഞാനും കൈതപ്പുറം അടുത്തടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായും പറഞ്ഞു, ഈ നമ്പൂതിരി വിളി ആൾക്കാർക്ക് ഏതാണ്ട് ഒഴിവാക്കിക്കൂടെ. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു ഉപചാരം എന്നൊക്കെ പറഞ്ഞായിരിക്കും. അദ്ദേഹം മൈക്കിലും ഒച്ചത്തിൽ പറഞ്ഞു, ഞാനിത് ഉപേക്ഷിക്കുകയാണ്. എന്തായാലും ആൾ വിടില്ല, ആൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് 10 കൊല്ലം മുമ്പ് അത് ഉപേക്ഷിച്ച ഇവിടെ എത്തിയപ്പോൾ 2025 അന്നില്ലാത്ത ഒരു തിരുമേനി കൂടി. അദ്ദേഹം അതിൽ തൽപരനല്ല. ഇന്ന് ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ അദ്ദേഹത്തെ പറ്റി ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അത് അദ്ദേഹം അവിടെയും പ്രസംഗിച്ചു. ജംഷീർ എന്ന പേരായുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ കൂടെയാണ് 17 കൊല്ലമായിട്ട്. അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ ജെറുസലേമിൽ നിന്നുള്ള മണ്ണും മക്കത്തു നിന്നുള്ള മണ്ണും പിന്നെ മൂകാംബിക എന്നുള്ള മണ്ണും, ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് മണ്ണെടുത്തിട്ട് 3 ലേബലൊട്ടിച്ചാലും മതി. യുക്തിവാദം ബ്രാക്കറ്റിൽ. പക്ഷെ അത് പോരാ. യുക്തിവാദത്തിന് അത് മതി, പക്ഷേ വിശ്വാസത്തിന് അത് പോരാ. മക്കത്തു നിന്നുള്ള മണ്ണ് മക്കത്തു നിന്ന് തന്നെ വേണം, മൂകാംബിക എന്നുള്ള മണ്ണ് മൂകാംബിക എന്നും, ജെറുസലേം എന്നുള്ള മതസൗഹാർദ്ദമാണ്. ആ മതസൗഹാർദ്ദത്തെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ കേരളത്തിൽ ചെറിയ തോതിൽ പരിഹസിച്ചിരുന്നു. ആ ചെറിയ തോതിലുള്ള പഴയ പരിഹാസത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിൽ കുറച്ച് പേരുടെ ഇപ്പോഴുള്ള ചിരി.
പക്ഷെ കാലം അങ്ങനെ ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. പാതിരി, മൗലവി, പൂജാരി 3 പേരും ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ അന്ന് ചിരിക്കാനുള്ളൊരു തമാശയാണെങ്കിൽ ഇന്നത് പുരോഗമനമാണ് എന്ന് പറഞ്ഞാൽ കേരളം സാംസ്കാരികമായിട്ട് പിന്നോട്ട് പോയിട്ടുണ്ട്. യാതൊരു സംശയം വേണ്ട. ചില കാര്യങ്ങളിൽ മുന്നോട്ടുമാണ്, അതായത് അണീവൺ ഗ്രോത്താണ്, അസമമായ വളർച്ച. ചിലതിൽ മുന്നോട്ടാണ്, പക്ഷേ പല കാര്യങ്ങളിലും പുറകോട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം തള്ളിക്കളഞ്ഞു, പക്ഷേ ആളുകൾ വിട്ടിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ആൾക്കാർക്കൊരു തൃപ്തി കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. തിരുമേനി എന്നൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർക്കൊരു ആഹ്ലാദം. ഇതൊക്കെ കേരള നവോത്ഥാനം താട്ടി തീർപ്പിച്ചതാണ്. അപ്പം അവിടെ ഈ പ്രഭാഷണത്തിൽ ഇത് പറയാനല്ല, സുഭാഷ് ചന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ, സുഭാഷ് ചന്ദ്രൻ സെക്കുലറാണ്, ലിബറൽ സെക്കുലറാണ്, മലയാളത്തിൽ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്. അദ്ദേഹം പ്രധാനമായിട്ട് ഇതൊരു തുരുത്താണല്ലോ ഈ പ്രഭാഷണത്തിന്. അങ്ങനെ പ്രശ്നമുണ്ട്. 2 തരത്തിൽ ആളുകൾക്ക് പ്രസംഗിക്കാം. ഒന്ന് എക്സ്റ്റംപോറായിട്ട് ആളുകൾ പ്രസംഗിക്കും, പിന്നെ പ്രിപ്പയർഡായിട്ട് പ്രസംഗിക്കും. പ്രിപ്പയർഡായിട്ട് സാംസ്കാരിക പ്രവർത്തകരൊക്കെ പ്രസംഗിക്കുമ്പോൾ എവിടെയാണോ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര് വരെ പരിശോധിക്കും. അപ്പോൾ അത് പെരുന്തുരുത്തിയാണ്. അപ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തുന്ന പ്രഭാഷകർ തുരുത്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ കുറച്ച് പറയും. അതിൻ്റെ ജലസാന്നിധ്യം, തുരുത്തുകൾ ഇപ്പം മലിനമാവുന്നത്, മൺട്രോ തുരുത്ത് മുങ്ങാൻ പോകുന്നത്, അങ്ങനെയൊക്കെ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഗ്രാമർ എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വൈപ്പിൻ കരയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് സ്വത്തുണ്ട്, അതും മുങ്ങാൻ പോവാണ്. അത് കേട്ടപ്പോൾ ഏതോ സ്ഥലത്ത് ആൾക്കാരൊക്കെ ചിരിച്ചു. ആൾക്കാർക്കൊന്നും യാതൊരു പരിസ്ഥിതി, എമ്പുരാൻ ഗുജറാത്തിൽ നിന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അതുവരെ ഞാൻ ഒരുവിധം ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത് വന്നപ്പോൾ എനിക്ക് പ്രബുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലൂടെയും അരാഷ്ട്രീയതയ്ക്ക് വരാൻ കഴിയുമെന്നെനിക്ക് തോന്നി. കേരളം സാംസ്കാരികമായി പുറകോട്ട് എന്ന് പറയുമ്പോൾ പ്രബുദ്ധമായ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനകത്ത് അരാഷ്ട്രീയത. മുമ്പ് രാഷ്ട്രീയം അരാഷ്ട്രീയം കൃത്യം വിഭജനമായിരുന്നു. കുറച്ച് അരാഷ്ട്രീയക്കാർ, കുറച്ച് രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയക്കാരുടെ ചീത്ത വിളിക്കുകയോ ആക്ഷേപത്തിനും എന്നും അസംസ്കൃത പദാർത്ഥമാകാൻ പാകത്തിൽ കുറച്ച് അരാഷ്ട്രീയക്കാർ. ഇപ്പം ആകെ മാറി. രാഷ്ട്രീയ പ്രവർത്തകർ പ്രബുദ്ധർ എന്ന് വിളിക്കുന്നവരിൽ തന്നെ ആ പ്രബുദ്ധത ഒരു ഭാഗത്ത് നിലനിൽക്കെ അതിനെ മറച്ചിടുന്ന അരാഷ്ട്രീയത നമ്മളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സുഭാഷ് ചന്ദ്രൻ നോവലൊക്കെ വായിച്ചവർക്കറിയാം, പലതും ഒരു ലിബറൽ സെക്കുലർ നിലപാട് പുലർത്തുന്നതാണ്. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കാറ്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ അവിടെ സ്വത്തുള്ളതുകൊണ്ടൊന്നല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നെയാണത്. പക്ഷേ പരിസ്ഥിതിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയൊരു വംശഹത്യയോട്, ആ വംശഹത്യയെ മൂലധന ഫ്രെയിമിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണെങ്കിലും ഭാഗികമായി അടയാളപ്പെടുത്തിയ ഒരു സിനിമ എമ്പുരാൻ അതിനോട് ആക്ഷേപമായിട്ട് മാറാൻ പാടില്ലാത്തതാണ്. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു സങ്കീർണത. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. സുഭാഷ് ചന്ദ്രനൊക്കെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കാലത്തെ സാംസ്കാരിക പ്രതിഭകളാണ്. എന്നാൽ കേരളത്തിലെ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മഹാപ്രതിഭയാണ് NV കൃഷ്ണവാര്യർ. അദ്ദേഹത്തിന് ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഈ ഭാഷകളിലൊക്കെ നല്ല പാണ്ഡിത്യമുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം, അദ്ദേഹത്തിൻ്റെ മുഴുവൻ കൃതികളും കേരള സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ റെഫർ ചെയ്താൽ കാണാവുന്ന ഒരു കാര്യമാണ്. ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, കവിയുമാണ്, സെക്കുലറുമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ
അദ്ദേഹം ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരിടത്ത് മലയാളത്തിന് ഓരോ ഭാഷയും ഇങ്ങനെ സംസാരിക്കുകയാണ്. മലയാളം എനിക്ക് ഏകദേശം ഒരു 1000 കൊല്ലത്തെ പ്രായമുണ്ടാവും. അപ്പം തമിഴ് ചാടി വന്നിട്ട് എനിക്കൊരു 3000 കൊല്ലത്തെ പഴക്കമുണ്ട്. പിന്നെ സംസ്കൃതം ചാടി വന്നിട്ട് എൻ്റെ പ്രായം പറയാൻ പറ്റില്ല. ഞാൻ മനുഷ്യവംശത്തിനോടൊപ്പം നിലവിലുണ്ട്. അങ്ങേയറ്റ അസംബന്ധമാണ്. മനുഷ്യർ രൂപപ്പെട്ട കാലം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇതൊന്നും അറിയാത്ത ആളല്ല. പക്ഷേ മലയാളം തമിഴ് പോലൊരു കക്ഷിയല്ല സംസ്കൃതം. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് സംസ്കൃതം സമം സംസ്കാരം എന്ന ഇന്ത്യൻ ഫാസത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വലിയ ദൂരമില്ല. ഇപ്പൊ NCERT ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഹിന്ദി തലക്കെട്ട് പലതരം പരീക്ഷണങ്ങളാണ്. ഇതിൻ്റെ യുക്തി എന്താണെന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ വിചാരിക്കുന്നത് ഹിന്ദിയോടുള്ള പ്രത്യേക സ്നേഹം, ഹിന്ദിയോടുള്ള സ്നേഹമല്ല. ഹിന്ദി ഇന്ത്യയുടെ, സംസ്കൃതം ഇന്ത്യയുടെ രാഷ്ട്രഭാഷാ സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ തൽക്കാലം ഹിന്ദി എന്നാണ്. റഫറൻസ് വിചാരധാര, ബഞ്ച് ഓഫ് തോട്ട്സ്, അത് വായിച്ചാൽ മനസ്സിലാവും. സംസ്കൃതമാണ് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആവേണ്ടതെന്നാണ്. അതുവരെ ഹിന്ദി. അപ്പോൾ സംസ്കൃതത്തെ ചുറ്റിപ്പറ്റി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു അതിഭാവുകത്തെ കാഴ്ചപ്പാടുണ്ട്. ആ അതിഭാവുകത്തെ കാഴ്ചപ്പാടിനോട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് NPയുടെ ഈ കമൻറ്റ്. NP ഫാസിസ്റ്റ് അല്ല, അതിൻ്റെ എതിർപക്ഷത്തുള്ള ഒരാളാണ്. പക്ഷെ എങ്കിലും പങ്കുവെക്കുന്ന ഒരു ദൈക്ഷണിക ആശയം എന്ന് പറയുന്നത് ഒരു മിലിറ്റന്റ് സെക്കുലറിസ്റ്റ് സമീപനമല്ല. അതിലൊറ്റ കാര്യം ശരിയായിട്ടുള്ളൂ. ഇപ്പം തമിഴ് 3000 കൊല്ലമാണ് എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്, തർക്കിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. മലയാളം 1000 ആണെന്നുള്ളതിനും കുഴപ്പമില്ല. ഇത് മനുഷ്യരോടൊപ്പം തന്നെ അത്ര തന്നെ പ്രായമുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു അതിഭാവുകത്വമുണ്ട്. ആ അതിഭാവുകത്വം നിരുപദ്രവകരമല്ല. ഇനി അതിൽ ഒരു കാര്യം പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതിലൊരു കക്ഷി വന്നിട്ട് പറയാണ് ഇതൊക്കെ ഏകദേശമാണ്. മലയാളം ഏകദേശമായതും തമിഴ് ഏകദേശം, മറ്റത് ഏകദേശം. എന്നാൽ കൃത്യം. അപ്പോൾ ഈ ലേഖനം എഴുതിയത് ഏകദേശം 987 മനസ്സിലാവും. എനിക്ക് 100 വയസ്സായി എന്ന് പറഞ്ഞു. അത് ആസ്പിരാൻഡോ എന്നുള്ളൊരു ഭാഷയാണ്. അതൊരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജാണ്. അത് 1887 സാമൻഹോഫ് എന്നൊരു പോളിഷ് ജൂവിഷ് രൂപം നൽകിയ ഭാഷയാണ്. അപ്പോൾ ആളുകൾ വിചാരിക്കും രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാൽ പോരെ, ഈ മതം കൂടി ചേർത്ത് പറയണം. നമ്മളൊക്കെ വലിയ മാനവികവാദികളാണ്. ജാതിയും മതമൊക്കെ പറഞ്ഞാൽ നമുക്കെന്തോ ഒരു ഉളുത്തുകയറ്റെന്ന് കോഴിക്കോട്ടൊക്കെ അങ്ങനെ ഒരു വാക്കുണ്ട്, ഇവിടെ ഉണ്ടോ അറിയില്ല. ഉളുത്തുകയറ്റം. ജാതി മതമൊക്കെ കേട്ടാൽ പുരോഗമനവാദികൾക്ക് ഒരു ഉളുത്തുകയറ്റം ഉണ്ടാവും. എനിക്ക് പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇയാൾ പോളിഷ് ജൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും ജൂതർ ഒരു മർദ്ദിത മതവിഭാഗമായിരിക്കെ മാനവികതയുടെ കൊടുമുടി കയറാൻ മോഹിക്കുന്നവർ മർദ്ദിത വിഭാഗത്തെ ആ മർദ്ദിത മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരോട് ഐക്യപ്പെടണം. കുറുക്കോടിയൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഇപ്പോൾ സംഭവത്തിനുള്ളൊരു സ്കോപ്പായി വരുന്നുണ്ട് എന്ന് ഉള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ട് അത്രയും നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആസ്പിരൻറ്റോ മാത്രമാണ് കൃത്യം കൊല്ലം പറയാവുന്ന ഭാഷ. ബാക്കി ഒരു ഭാഷക്കും കൊല്ലം പറയാൻ പറ്റില്ല. ഒരു ഭാഷയും മനുഷ്യർ രൂപപ്പെട്ട കാലത്ത് ഉണ്ടായിട്ടില്ല. അതൊക്കെ സംസ്കൃതം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ സംസ്കരിക്കപ്പെട്ടതെന്നാണ്. അപ്പം നേരത്തെ കുറേ മൊഴിഭേദങ്ങളൊക്കെ വന്നിട്ട് വേണം അതൊക്കെ രൂപപ്പെടാൻ. അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് NP മതനിരപേക്ഷവാദിയാണ്. പക്ഷെ അദ്ദേഹം പങ്കുവച്ച ആശയം മതനിരപേക്ഷതയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. ഇനി ഞാൻ ഉദാഹരണം പറയില്ല,
കാരണം ഞാൻ എന്നെ, നിങ്ങൾ നിങ്ങളെ ഒരൊറ്റ ദിവസം എടുത്തിട്ട് എവരിഡേ ലൈഫ് എന്ന് പറയും, ദൈനംദിനം ഒരു ദിവസത്തെ നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, രാത്രി 12 മണിക്ക് കിടക്കുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അതിരാവിലെ ചിലരൊക്കെ 9 മണിക്ക് എഴുന്നേൽക്കുന്ന പോലെ 9 മണിക്ക് എഴുന്നേൽക്കുന്നു. എന്നിട്ട് ആ ദിവസം അങ്ങോട്ട് എഴുതുക, ദിനസരി, ഡയറി. അതിൽ നമ്മൾ നടത്തിയ സംഭാഷണം, നമ്മൾ നടത്തിയ പ്രയോഗങ്ങൾ, നമ്മുടെ മനസ്സിൽ കടന്നു വന്ന ചില മോഹങ്ങൾ, ആശയങ്ങൾ, ഇതൊക്കെ ഒരു കൾച്ചറൽ സ്കാനിങ്ങിന് വിധേയാക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളും ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ നമ്മൾ വ്യാകുലരാവേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി ഞാൻ കുറെ കൂടി രാഷ്ട്രീയമായൊരു കാര്യം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് സംവാദത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയെക്കുറിച്ച് പറയല്ലോ. ഞാനിപ്പോൾ ഇന്ന് എഴുതിയൊരു കുറിപ്പിൽ, ആ കുറിപ്പിൻ്റെ തലക്കെട്ട് വിശറിയെക്കുറിച്ചാണ്. നമുക്കിപ്പം എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. അവിടെ ഫാൻ ഉണ്ടെങ്കിലും ഓരോരുത്തരുടെ കയ്യിലും ഒരു ചെറിയ വിശറി ഉണ്ടെങ്കിൽ ഇതൊരു പഴയ ഒരു ഗൃഹാതുരത്തായിരിക്കും. ഹെഡ്ഗേവാർ ഇപ്പോഴത്തെ താരമാണ്. ഹെഡ്ഗേവാറിൻ്റെ മുറിയിലേക്ക് ശിഷ്യർ ചെന്നപ്പോൾ 2 വിശറി മേശപ്പുറത്ത്. ഒരു വിശറിയുടെ മുകളിൽ ശിവജിയുടെ ചിത്രം, മറ്റൊരു വിശറിയുടെ മുകളിൽ സ്ത്രീ വേഷം ധരിച്ചൊരു ബാലഗന്ധർവന്റെ ചിത്രം. അപ്പോൾ ശിഷ്യർക്ക് കൗതുകമായി. അവർ ചോദിച്ചു, എന്താ ഗുരു ഇങ്ങനെ 2 എണ്ണം? അപ്പം പറഞ്ഞു, 1400 കൊല്ലമുള്ള നമ്മുടെ വീര്യത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും അടയാളമാണ് ശിവജി. ഇപ്പം നമ്മൾ ആ വീര്യവും പരാക്രമമൊക്കെ നഷ്ടപ്പെട്ട് വെറും പെണ്ണുങ്ങളെ പോലെ ഒന്നിനും കൊള്ളരുതാത്ത ജനുസായിട്ട് മാറിയിരിക്കുന്നു. ഈ സംവാദത്തൊക്കെ ചില ആൾക്കാർ ആദ്യാദ്യം ഉറങ്ങിയായിരിക്കും. ഇപ്പം പറഞ്ഞ ഈ വാചകം കേൾക്കും, പെണ്ണുങ്ങളെ പോലെ ഒന്നിനും കൊള്ളരുതാത്ത ജനുസായി. എന്നിട്ട് പിന്നെ ധാർമ്മിക ദോഷം പ്രകടിപ്പിക്കും. KN സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് നടത്തിയത്. ഇത് ഞാനല്ല, ഇത് ഹെഡ്ഗേവാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരോട് പറഞ്ഞതാണ്. അതായത് മുമ്പൊക്കെ നല്ല വീര്യവും ഉണ്ടായിരുന്നു, ദുഷ്ടശക്തികളെ, ബ്രിട്ടീഷുകാരന് തെറ്റി വായിക്കരുത്, ദുഷ്ടശക്തികൾ എന്നുള്ളതുകൊണ്ട് ഹെഡ്ഗേവാർ ഉദ്ദേശിച്ചത്, ഹെഡ്ഗേവാർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ, ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ കളിച്ച 2 കളികൾ. ശുക്രവാർ കുളത്തിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കളിച്ച കളി, ഒന്ന് ഈ ചെറിയ ചെടികളുടെ ഇളന്തലപ്പുണ്ടായിരുന്നു, അത് വാളുകൊണ്ട് വെട്ട്. നല്ല കളിയാണ്, പക്ഷെ മുഗളന്മാരുടെ തലയാണ് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വെട്ടിയത്. പിന്നെ കോട്ട തകർക്കുക. അപ്പം കൈക്കും കാലിനൊക്കെ പരിക്ക് പറ്റു. ആ പരിക്ക് ഞങ്ങളൊരു അഭിമാനമായിട്ടാണ് കരുതിയത്. എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുന്ന കളി. ഇത്തിരി തണുപ്പും കാറ്റും നൽകുന്ന വിശറിയെപ്പോലും പടക്കോപ്പാക്കി മാറ്റിയവൻ, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തയാൾ. ബ്രിട്ടീഷ് കാലത്ത് തന്നെ അന്ന് നിലവിലുള്ള സ്ഥലനാമങ്ങളുടെ പേര് സ്വയം മാറ്റി ഉച്ചരിച്ചവൻ. അങ്ങനെയുള്ള ആളുടെ പേര് പാലക്കാട്ട് നൈപുണ്യ കേന്ദ്രത്തിന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരിടത്തും ഒരു സ്ഥാപനത്തിനും കൊടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ കേരളത്തിൽ 2 ലിബറൽ സെക്യുലർ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച 2 ചോദ്യങ്ങൾ അത് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ബാധകമാണ്. ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യൻ പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധിയുടെ പടത്തിന് മുമ്പിൽ സവർക്കറുടെ പടം വന്നു കഴിഞ്ഞു, എന്നിട്ടപ്പോൾ ഹെഡ്ഗേവാറുടെ പടത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു ധാർമ്മിക രോഷം. അതാണ് ഒരു ടൈപ്പ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ മലപ്പുറത്തൊക്കെ 921 ഹിന്ദുക്കളെ മുഴുവൻ വെട്ടിക്കൊന്ന് ചോര കുടിച്ച ആ വാര്യംകുന്നം കുഞ്ഞമ്മദാജിയുടെ പേര് നഗരസഭയ്ക്ക് ഇടാമെങ്കിൽ പാലക്കാട്ടെ നൈപുണി കേന്ദ്രത്തിന് ഹെഡ്ഗേവാറുടെ പേരിടുന്നതിൽ
എന്താണ് തെറ്റ്? ഇത് രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ. ഇത് രണ്ടിന് ഗ്രാമറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും ഇത് രണ്ടും എന്നോട് ചോദിച്ചത് രണ്ട് ലിബറൽ സെക്കുലർ. ഫൂക്കാസ് ലിബറൽ സെക്കുലർ അല്ല, മിലിറ്റന്റ് സെക്കുലറാണ്. സമരോത്സുക മതേതരവാദികളാണ് മിക്കവാറും ഫൂക്കാസുകാർ. പിന്നെ ചിലപ്പോൾ ചെറിയ സ്ലിപ്പ് വരാലോ, അത് നമ്മൾ സംസാരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു സമയം സംസാരിക്കുമ്പോഴല്ല, നമ്മൾ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഒരു സമയം സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു കരുതലുണ്ടാവും. എന്നാൽ ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ അതിന് ഫ്രീ ഫ്ലോ അസോസിയേഷൻ തിയറി എന്നൊക്കെ ഫ്രോയിഡ് പറയും. അപ്പം നമ്മൾ ഈ ഇന്നർ ബ്ലോക്ക് ഇല്ലാതാവും. ആ സമയത്ത് വരുന്നതാണ് ശരിക്കുള്ള നമ്മളുടെ പറച്ചിൽ. അപ്പോൾ അതോടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഷഡ്ഗേവാറിൻ്റെ പേരിടുന്നതിലൊന്നും അതിനൊന്നും വലിയ പ്രശ്നമൊന്നും കാണിക്കണ്ട എന്ന നിലപാടാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ഫാസിസ്റ്റുകൾ, ഫാസിസ്റ്റ് വിരുദ്ധർ, ഇത് രണ്ടിലും പെടാത്ത സാധാരണ മനുഷ്യന്മാർ. അവർക്ക് ഫാസിസമില്ല, ഫാസിസ്റ്റ് വിരുദ്ധതയില്ല. അവരുടേതായുള്ള ദൈനംദിന ജീവിതത്തിൽ വ്യാപൃതരായിട്ട് ജീവിക്കാനുള്ള പെടാപ്പാടിൽ നിൽക്കുക. എന്നാൽ കേരളത്തിൽ ഫാസിസ്റ്റുകൾ, ഫാസിസ്റ്റ് വിരുദ്ധർ, ഫാസിസ്റ്റുകളല്ലാത്ത ഫാസിസ്റ്റുകൾ എന്നൊരു മൂന്നാമത്തെ വിഭാഗമുണ്ട്. ഏറെ അപകടകാരികളാണ് അവർ. ഫാസിസ്റ്റുകളല്ലാത്ത ഫാസിസ്റ്റുകൾ. അവർ ഫാസിസ്റ്റുകളല്ലാതായിരിക്കുന്നത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ബാക്കി മറ്റെല്ലാ കാര്യത്തിലും അവർ ഏറെക്കുറെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ആശയങ്ങളുടെ ഇടതുപക്ഷത്താണ്. പ്രത്യക്ഷത്തിനപ്പുറം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഫാസിസ്റ്റുകളല്ലാത്ത ഫാസിസ്റ്റുകളായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ, നിങ്ങളുടെ ബന്ധുവിനെ, സുഹൃത്തിനെ, ഫൂക്കാസ പ്രവർത്തകരെ ഒക്കെ ഒരു സൗഹൃദ സംവാദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം എല്ലാം ഉടനെ മാറും എന്നതുകൊണ്ടല്ല, നമ്മൾ മാറാതിരിക്കാനുള്ള ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ട് അത് ആവശ്യമായി തീരും എന്നാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നത്, നമ്മൾ വളരെ മുന്നിലാണ്. പരിണാമം മൃഗത്തിനെ മർത്യനാക്കി, നന്നായി. പക്ഷേ തിരിച്ചടി ഉണ്ടാവില്ലെന്നിനി ആർ കണ്ടു. ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ചോദ്യം ഉയരുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക്, പിന്നെ ഈ പത്രത്തിലൊന്നുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ പരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. സാംസ്കാരിക ജീവിതത്തിൻ്റെ എഞ്ചിനായിട്ട് ഫൂക്കാസക്ക് മാറാൻ കഴിഞ്ഞാൽ, നരേന്ദ്രമോദി പറയുന്ന ഡബിൾ എഞ്ചിനല്ല, ശരിക്കുള്ള എഞ്ചിൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജീർണാവസ്ഥയിലും ഒരു മതനിരപേക്ഷ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെക്കുറെ കഴിയും. നമ്മുടെ ഈ ഒരു സാംസ്കാരിക അന്വേഷണം നടക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ നമുക്ക് നൽകുന്നൊരു ഊർജമുണ്ട്. ആ അർത്ഥത്തിൽ ഒരു മതനിരപേക്ഷ ബദൽ വിശ്വാസികൾക്കകത്ത്, വിശ്വാസമില്ലാത്തവർക്കകത്ത്, വിവിധ പാർട്ടിയിൽപ്പെട്ടവർക്കകത്ത്, ഒരു പാർട്ടിയിലും പെടാത്തവർക്കകത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഇതൊരു വെല്ലുവിളിയാണ്, എന്നാൽ അസാധ്യതയല്ല. അതിനുള്ള ഫൂക്കാസ നടത്തേണ്ട. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഫൂക്കാസ ഒരു കൾച്ചറൽ മെത്തഡോളജിയും ഡെവലപ്പ് ചെയ്യണം. അതായത് രാഷ്ട്രീയ പ്രഭാഷണത്തിൻ്റെയൊക്കെ അതേ ഒരു ഫോട്ടോ കോപ്പി, അതിൻ്റെ വാല്യൂ ഉണ്ട്. പക്ഷേ സാംസ്കാരിക ഇടപെടലിന് വേറൊരു തരത്തിലുള്ളൊരു മെത്തഡോളജി വികസിപ്പിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട്
മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും അടുത്തേക്ക് വരാൻ മടിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഒരു ഇടപെടൽ. അപ്പോൾ അതിൻ്റെ ഒരു കൾച്ചറൽ മെത്തഡോളജി അനിവാര്യമാണ്. കാരണം പിന്നെ അല്ലെങ്കിൽ ഒരു സംഘടന വേണ്ടല്ലോ. ഭൂക്കാസ ഒരു സ്പെസിഫിക് സംഘടനയാണെങ്കിൽ ആ സ്പെസിഫിക് സംഘടനക്ക് അതിൻ്റെ ഒരു ഗ്രാമർ ഇവോൾവ് ചെയ്തെടുക്കണം. നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ ചെയ്ത് വരണം, എടുത്തു കൊണ്ടുവരണം, സജീവമാക്കാം. നിലവിലുള്ള സാംസ്കാരിക ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നിവയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംവാദം ഇവിടെ നടക്കണം. സംവാദം നടക്കുമ്പോൾ ഒരാൾ അവതരിപ്പിക്കപ്പെടുന്ന അഭിപ്രായം എന്നെ ബാധിക്കുന്നതല്ല, ഞാനതൊന്നും കേട്ടിട്ടില്ല, ഞാൻ വേറൊരു അഭിപ്രായം, അങ്ങനല്ല. ഒരാൾ ഒരഭിപ്രായം പറഞ്ഞാൽ അടുത്ത ആൾ ആ പറഞ്ഞ അഭിപ്രായത്തോടുള്ള പ്രതികരണം കൂടി പറഞ്ഞിട്ട് വേണം അയാൾക്ക് പുതിയ അഭിപ്രായം പറയാൻ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന്, ഇല്ലെങ്കിൽ സംവാദം ഒന്നും ആവില്ല. ഇല്ലെങ്കിൽ നമ്മളൊരു ഈ ചോദ്യോത്തര പങ്ക്തി എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ചോദിക്കൂ, എനിത്തിങ് ആസ്ക്, പലതും പൊട്ടയായിരിക്കും. അപ്പോൾ വളരെ ജാഗ്രത പാലിക്കേണ്ട. പക്ഷേ AI അത് പറയുന്നുണ്ട്, ഇത് മുഴുവൻ കറക്റ്റാണെന്ന് വിചാരിക്കേണ്ടതെന്ന് അത് മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ചുക്കും ചുണ്ടും പറയാത്ത ഒരാളാണ് ഞാൻ. അച്ചടി യുഗത്തിൽ അവസാനിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ച ഒരാളാണ്. കാരണം ഇനി വലിയ അത്ഭുതമൊന്നും സംഭവിക്കില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ എന്നാലും ചെറുതായിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. എന്താ വെച്ചാൽ, ഞാൻ ഈ പാവങ്ങളെക്കുറിച്ച് കുറച്ച് അതിൻ്റെ ഒരു പ്രഭാഷണം നടത്താൻ കുറച്ച് ഡീറ്റെയിൽസ്, മുഴുവൻ പുസ്തകം ആ സമയത്ത് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നൽകിയ വിവരങ്ങൾ പലതും തെറ്റായിരുന്നു. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവർത്തനങ്ങളിൽ ഒന്നാണ് എഡ്വിൻ ആർണോൾഡിൻ്റെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ. പൗരസ്ത്യ വെളിച്ചം എന്നുള്ള പേരിൽ അദ്ദേഹം അത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് AI പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ അത് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞു. അതിനുള്ളൊരു ആർജമുണ്ട് നമ്മുടെ നാട്ടിലെ പല മനുഷ്യന്മാർക്കും ഇല്ലാത്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംവാദത്തിന് വേണ്ടി ഞാൻ ഈ വേദി തൽക്കാലം ഒഴിയാണ്. ഞാൻ പോകുന്നില്ല തൽക്കാലം.